കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി 16-ാം ദിനത്തിൽ എഴുത്തുകാരനും നാടകപ്രവർത്തകനും നടനുമായ അനിൽ ജനാർദ്ദനാണ് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം സിനിമാ സംവിധായകൻ സുരേഷ് ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? ഓക്കെ ഓക്കെ എന്ന് പറ. കഴിച്ചോ? ഞങ്ങൾ ഉഷാറാണെന്ന് ഉറക്കെ വിളിച്ച് പറ. കഴിച്ചു, ഉഷാറാണ്. നിങ്ങളെല്ലാവരും ഈ പരിസരത്ത് തന്നെ ഉള്ളവരല്ലേ? നീ ഏതൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്? നിങ്ങൾ ഏതൊക്കെ സ്കൂളിൽ? മാർത്തോമയുണ്ട്, ചാത്തൂർ NSS ഉണ്ട്, പിന്നെ വേറെ ഏതുണ്ട്? നമ്മുടെ കല്ലുവാതുക്കൽ സ്കൂളിലുണ്ട് അല്ലേ? GS ഉണ്ട്. അങ്ങനെ എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികളാണല്ലേ? വെരി ഗുഡ്. നിങ്ങൾ എത്രയല്ല ഇപ്പോൾ പഠിക്കുന്നത്? എല്ലാവരും 10-ലോട്ട് കയറിയോ? ആഹാ, എല്ലാവരും മുതിർന്ന കുട്ടികളാണ്. നിങ്ങൾ വാദ്യാരി ക്ലാസ്സിലേക്ക് കയറി അല്ലേ? ഈ 10-ാം ക്ലാസ്സിലെ പണ്ട് പറയുന്നത് വാദ്യാരി ക്ലാസ് എന്നാണ്. പണ്ട് വാദ്യാരി അതായത് 10-ാം ക്ലാസ് കയറി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ആകുമായിരുന്നു. അതുകൊണ്ടാണ് വാദ്യാരി ക്ലാസ് എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെയൊക്കെ മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാദ്യാരി ക്ലാസ്സിൽ പഠിച്ചവരാണെന്നൊക്കെ പറയും. വാദ്യാരി ക്ലാസ് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ 7th ഫോറം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ 10-ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ വാദ്യാരാവാനുള്ള യോഗ്യത കിട്ടി എന്നാണ് അർത്ഥം. ഇപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ്സിലേക്ക് കയറി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അറിയാമോ? എന്താണ്? ഈ സമുദ്രതീരം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുന്നത് വളരെ നമ്മളെ കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ തന്നെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു സ്ഥലമാണ് സമുദ്രതീരം. അറിയാമോ? കേട്ടിട്ടുണ്ടോ? പത്രത്തിനകത്തൊക്കെ മിക്ക ദിവസവും വാർത്തകളുണ്ടാവാം. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വാർത്തകളുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്. ഇപ്പം സമുദ്രതീരം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സമുദ്രതീരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന്? എന്താണ് സമുദ്രതീരം? എന്താണ് തീരം? നമ്മളെ ഓമന പേരിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് ബീച്ച് എന്ന് പറയും അല്ലേ? ബീച്ച്. നിങ്ങളൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ടോ? കൊല്ലത്തും വർക്കല, പരവൂർ ഒക്കെ പോയിട്ടില്ലേ അല്ലേ? ബീച്ച്. സമുദ്രതീരം എന്നാണ് ഈ ഒരു മഹാസ്ഥാപനത്തിൻ്റെ ഒരു ഭവനത്തിൻ്റെ പേര് തന്നെ, സമുദ്രതീരം അല്ലേ? സമുദ്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരമാലകളിങ്ങനെ നിർത്താതെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന, ഓളങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന, സദാസമയം കാറ്റും അങ്ങനെ എന്താ പറയുന്നത് എപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു പ്രതിഭാസമാണ് കടൽ, സമുദ്രം അല്ലേ? സദാ മുദ്രകളുള്ളതാണ് സമുദ്രം. സദാ മുദ്രകൾ കണ്ടിട്ടുണ്ടോ? ഓളങ്ങളിങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കും. ചലനം എന്ന് പറയുന്നത് അവിടെ നിശ്ചലമാവുന്നില്ല, ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സമുദ്രം എന്ന പേര് വന്നിരിക്കുന്നത്. മുദ്രയോട് കൂടിയത് എന്നൊക്കെ അർത്ഥം വരും. അതൊക്കെ നിങ്ങൾ പിന്നീട് പഠിച്ചോളും. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളർത്ഥം. ആ സമുദ്രത്തിൻ്റെ തീരം, ആ അലയടിക്കുന്ന സമുദ്രത്തിൻ്റെ തീരമെന്ന് പറയുന്ന ഒരു ആശ്വാസത്തിൻ്റെ തീരമാണ്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഒരാശ്വാസത്തിൻ്റെ, ഒരു അഭയത്തിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ് തീരം. ആ കടലിൽ നിന്ന് നമ്മൾ കരയിലേക്ക് ഇപ്പം മീൻ പിടിക്കാൻ പോകുന്നവർ, എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് കൊല്ലത്ത്, നീണ്ട കരയിലും ഒക്കെ പോകുന്നവർ. അവർ പറയുന്നുണ്ട് മീൻ പിടിക്കാൻ ഉപജീവന മാർഗ്ഗമായിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ബോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തൊക്കെ ഉള്ളിൽ ഭയങ്കരമായ ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കോളും മഴക്കാറും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായി വരും. പക്ഷേ ജീവിതമാർഗ്ഗമായതുകൊണ്ട് അവർക്ക് ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മീനെല്ലാം പിടിച്ച് കാളും കോളുമൊക്കെ നിറഞ്ഞ ആ സമുദ്രത്തിനെ താണ്ടി ദിവസങ്ങളോളം കടലിൽ ചെലവഴിച്ചിട്ട് തീരത്തണയുമ്പോഴാണ് അവർക്ക് ആശ്വാസം. എന്നതുപോലെ മഹാസമുദ്രം താണ്ടി വന്ന് തീരത്തണയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം പോലെയാണ് ഈ സമുദ്രതീരം. വളരെ അന്വർത്ഥമാണ് ഈ സമുദ്രതീരം എന്ന് പറയുന്നത്. ജീവിതമാകുന്ന മഹാസാഗരത്തിൽ എന്താ പറയുന്നത് പെട്ടുപോയിട്ട് ഉടലി നമുക്ക് എന്താ പറയുന്നത് ഒരു ആശ്വാസം പോലെയാണ്. ആ തീരത്ത് വന്ന് അടിയുന്ന മനസ്സിനും ശരീരത്തിനും ഭാവിയിലേക്കുള്ളൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഈ സമുദ്രതീരം എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം. ആ മഹാപ്രസ്ഥാനം കഴിഞ്ഞ ഒരു മാസമായിട്ട് വെക്കേഷനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക്
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഇന്നത്തെ വായനാ കളരിക്ക് വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അല്ലേ? എന്താണ് വായന? നിങ്ങൾ എത്ര പേര് വായിക്കുന്നുണ്ട്? നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് പറ. നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞേ. ഏതെങ്കിലും പുസ്തകം പറ, ഏതെങ്കിലും പുസ്തകം. ബാലരമ എന്ന് പറയുന്ന കൊച്ചു പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പൂമ്പാറ്റ അറിയാമോ? ബോബനുമോളി അറിയാമോ? ബാലമംഗളം എന്ന് പറയുന്ന കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ അറിയാമോ? വായിക്കില്ലേ? വായിക്കണം, അറിയണ്ടേ? നിങ്ങൾ 10ാം ക്ലാസ് വാദ്യാരി ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളിനി ഇല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് മാത്രം കൊച്ചു സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. കൊച്ചു സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവർ കൊച്ചു ക്ലാസ്സിലുള്ളത് കൊണ്ട് മാത്രം വായന പാടില്ല എന്നർത്ഥമില്ല. വാദ്യാരി ക്ലാസ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠിക്കാനും ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നിറച്ച് ഹോംവർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിറച്ച് സഞ്ചി നിറച്ച് നിങ്ങളെ ബാഗ് നിറച്ച് ഹോംവർക്കും കാര്യങ്ങളും അധ്യാപകർ തരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിനിടയിൽ നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ അടിച്ച് മാറ്റി എന്ന് തോണ്ടുന്ന സമയത്തിന് ഒരു 10 മിനിറ്റ് ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാനെടുക്കുന്ന സമയം, ആ സമയം ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള സമയമാണെന്ന് നിങ്ങൾ പിൽക്കാലത്തറിയും. വായന. നടന്നു പോണ വഴിയിൽ റോഡ് വക്കത്ത് വെറുതെ കിടക്കുന്ന ഒരു തുണ്ട് പേപ്പറെടുത്ത് വായിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ വലുതായിരിക്കും. വായനയ്ക്ക് പ്രത്യേകിച്ച് സമയമില്ല, പ്രത്യേകിച്ച് പീരീഡില്ല, പ്രത്യേകിച്ച് നിയമ ഒന്നുമില്ല, അതിർത്തികളില്ല, അതിരുകളില്ല, ഒന്നുമില്ല. വായിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്തായ കാര്യം. വായിക്കുക എന്ന് പറഞ്ഞാൽ വളരുക എന്ന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് അധ്യക്ഷത വഹിച്ചു. വളരെ നല്ല നിലയിൽ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാം ഓടി നടന്നു പോകുന്ന ഒരു ലൈബ്രറിയാണ് സമുദ്രതീരം. കാരണം എനിക്ക് തോന്നുന്നു, എനിക്കിവിടെ കൊല്ലത്ത് പല ലൈബ്രറികളായിട്ടും ബന്ധമുണ്ടെങ്കിലും തുടർച്ചയായി പരിപാടി നടക്കുന്ന ഒരേ ഒരു ലൈബ്രറി ഇത് മാത്രമാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളാണ്. നിങ്ങളിത് പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇതിനു വേണ്ടിയിട്ട് വലിയൊരു പരിശ്രമം ഇതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ റുവൽ സിംഗ് നടത്തുന്നുണ്ട്. പ്രഗത്ഭരായ പലരെയും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നതിനും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിനും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പകർന്നു തരുന്നതിനും ഒക്കെ അദ്ദേഹം വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ട ആൾക്കാർ നിങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഈ വായനയും ഇത്തരം ആക്ടിവിറ്റീസിലും എല്ലാം കുട്ടികൾ വെക്കേഷനായപ്പോലും പിന്നെ സ്കൂൾ പഠനകാലമാകുമ്പം തീരെ ഇടപെടാറില്ലെങ്കിലും വെക്കേഷൻ സമയത്ത് പോലും ഇടപെടാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ ഈ പരിപാടി നിങ്ങളെ അടുത്ത ദിവസങ്ങളിലൊരു സിനിമ കാണാൻ വരെ ഇവിടുന്ന് കൊണ്ടുപോയതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളിത് പരമാവധി ഉപയോഗപ്പെടുത്തണം. ഈ ലൈബ്രറി ഇവിടെ നല്ലതായിട്ട് ബുക്കുകളുള്ള ലൈബ്രറിയാണിത്. ഈ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ നിങ്ങളെടുത്ത് വായിക്കാനും കൂടിയുള്ള ഒരു അവസരമാണിത്. നിങ്ങൾക്ക് സ്കൂൾ തുറന്നാൽ പോലും ഈ വായന തുടർന്നുകൊണ്ട് പോകണം. അതിനൊരു ചെറിയ സമയം നിങ്ങൾ മാറ്റിവെക്കണം. ഈ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഇതുവരെ പുസ്തകം എടുത്തില്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ലൈബ്രറിയുടെ സെക്രട്ടറിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് പുസ്തകം എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിച്ചിട്ട് നല്ലതായിട്ട് തന്നെ ഇവിടെ തിരിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഈ ലൈബ്രറി ഇരിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും നിങ്ങൾ ഓരോരുത്തരും പൂർണ്ണമായിട്ടും വായിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ അടുത്ത വർഷം ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടി ഇതിനേക്കാളേറെ മികച്ചതും ഇതിനേക്കാളേറെ നിലവാരം കൂടിയതും ഇതിനേക്കാളേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ളൊരു വേദിയായിട്ട് മാറ്റാൻ കഴിയും. അതിന് വേണ്ടത് നിങ്ങളുടെ സഹകരണം മീൻസ് വായന. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക്, പാഠപുസ്തകങ്ങൾ എന്തായാലും വായിക്കും, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വായനയ്ക്കുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഇവിടെയുണ്ട്. ഇതുപോലുള്ള പരിപാടികൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനും കേൾക്കാനും സംവദിക്കാനും എല്ലാമുള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന 2 പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. ഒന്നൊരു പ്രഗത്ഭനായ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സിനിമാ സംവിധായകനാണ് ശ്രീ സുരേഷ് ഗോപാൽ. മറ്റൊന്ന് എഴുത്തുകാരനും നാടകപ്രവർത്തകനും നടനും ഒക്കെ ആയിട്ടുള്ള ശ്രീ അനിൽ ജനാർദ്ദനാണ്. ഇവർ 2 പേർക്കും ആയിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. ബാലവേദിയുടെ സെക്രട്ടറി ശിവപ്രിയ സ്വാഗതം ആശംസിച്ചു. സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വായനക്കളരിയിൽ പങ്കെടുക്കുന്ന ബാലവേദി പ്രവർത്തകരെ, രക്ഷകർത്താക്കളെ,
സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, മറ്റതിഥികളെ, സമുദ്ര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ 18ാമത് ദിവസത്തെ പരിപാടികളാണ് ഇന്ന് നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് സമുദ്രതീരം ചെയർമാനും സമുദ്ര ലൈബ്രറി സെക്രട്ടറിയുമായ ശ്രീകുമാർ സാറിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ സംവിധായകനായ ശ്രീ സുരേഷ് ഗോപാൽ സാർ അവർകളാണ്. അദ്ദേഹത്തെ സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് എഴുത്തുകാരനും നാടകപ്രവർത്തകനുമായ ശ്രീ അനിൽ ജനാർദ്ദനൻ സാർ ആണ്. അദ്ദേഹത്തെ സമുദ്ര ലൈബ്രറിയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നുള്ളത് വായനാക്കളരിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികളെയും അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷകർത്താക്കളുമാണ്. ആദരപൂർവ്വം അവരെയും ഈ യോഗ നടപടികളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാരെയും ഇവിടുത്തെ മറ്റംഗങ്ങളെയും സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ആർ ജയചന്ദ്രൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് എഴുത്തുകാരനും നാടകപ്രവർത്തകനും നടനുമായ അനിൽ ജനാർദ്ദനൻ കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളൊന്നുമല്ല, ക്ലാസ് എടുക്കാൻ വന്നതല്ല, നിങ്ങളോടൊപ്പം കളിക്കാൻ വന്ന ആളാണ്. കേട്ടോ, കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളോ ഉപദേശിക്കാൻ വന്ന ആളോ ഒന്നുമല്ല. ഞാൻ നിങ്ങളോടൊപ്പം കളിക്കാൻ വന്ന ആളാണ്. നിങ്ങൾ എന്നെ കൂടെ കളിപ്പിക്കുമോ? ഉറക്കെ പറയൂ. നിങ്ങൾ എന്നെ കൂടെ കളിപ്പിക്കുമോ? 100%. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കുറച്ച് കളികൾ കളിച്ചാലോ? സന്തോഷമാവില്ലേ? ഞാൻ ഓരോ ആഴ്ചയും ഇതേപോലെ കുറേ കുട്ടികളെ കാണുന്ന ഒരാളാണ്. എന്നെ അറിയാവോ? എന്നെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീക്കുക. ഇനി ഒന്നേ, ഇവിടെ ഒന്ന് പറഞ്ഞേ എന്നെപ്പറ്റി. എന്നെ കണ്ടതല്ലേ, എന്നെപ്പറ്റി ഒന്ന് പറഞ്ഞേ. എന്നെ നാടകം പഠിപ്പിച്ച സാറാണ് അനിൽ ജനാർദ്ദനൻ സാറ്. എവിടെ വെച്ച്? ചാത്തന്നൂർ NS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച്. ഇദ്ദേഹം നല്ല കോമഡി നടനാട്ടോ. അഭിനയിക്കാൻ വന്നതൊന്നുമല്ല. അവിടെ വന്ന് ഇങ്ങനെ ഞാൻ നാടകം പഠിപ്പിക്കുന്ന സമയത്ത് ആ നാടകം കളിക്കുന്ന അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. അവിടെ നിൽക്കാൻ കാരണമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അവൻ എന്നെ വഴക്ക് പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവനെ. അവൻ്റെ മുഖം കോമഡി മുഖമാണ്. അങ്ങനെ ഞാനൊരു കോമഡി വേഷം അവനെ കൊണ്ട് ചെയ്യിച്ചു കേട്ടോ. നാടകത്തിൽ ബഷീറിൻ്റെ കഥയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കഥയെ നാടകമാക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ജയിൻ, അയാളുടെ പേര് വരെ എനിക്കറിയാം, മറന്നിട്ടില്ല, ഇപ്പോഴും മറന്നിട്ടില്ല. അങ്ങനെ എവിടെ പോയാലും ഒരാളെങ്കിലും കാണും എന്നെ അറിയാവുന്ന. ഇപ്പോൾ ഇവിടെ ഒരു എൻ്റെ സുഹൃത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞു വായിക്കണം. ഞാൻ കൂടുതൽ സംസാരിക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ട് നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങി വരും, നിങ്ങളടുത്തിരിക്കും. എന്നിട്ട് നമ്മൾ കുറേ കളികൾ, രസകരമായ കളികൾ കളിക്കും. ഞാൻ നാടകം പഠിപ്പിക്കാനാണ് വന്നത്. നാടകം പഠിപ്പിക്കാനല്ല, നാടകത്തെക്കുറിച്ച് കുറേ കളികൾ പറയാനാണ് വന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? എന്താണ്? അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ കളികൾ കളിക്കും. നിങ്ങളുടെ ഓർമ്മശക്തി ഞാൻ പരീക്ഷിക്കും. നിങ്ങളുടെ ഒത്തൊരുമയെ ഞാൻ പരീക്ഷിക്കും. കുട്ടികൾ നാളത്തെ ആരാ? അറിയാവോ? നാളത്തെ പൗരന്മാർ അല്ലേ? നിങ്ങളല്ലേ നാളത്തെ പൗരന്മാർ? അപ്പോൾ നിങ്ങൾ നന്നായി വളരണ്ടേ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. ഇതാര് പറഞ്ഞതാ?
കുഞ്ഞുണ്ണി മാഷ് കുട്ടികളുടെ കവിയാണ് അല്ലേ? അല്ലേ? അപ്പം നാടകം എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? നാടകം, മക്കളെ നിങ്ങൾ പുറകെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക, അവർ ശ്രദ്ധിക്കുക. നിങ്ങൾ വേറെ കളികളിൽ കൂടിക്കളയരുത്. നിങ്ങൾ ഞാനിപ്പോൾ പിടിച്ച് ഇരുത്തും. നാടകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ കൊച്ചു കുട്ടികളാണ് നിങ്ങൾ. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ വലിയ 10ാം ക്ലാസ്സിലൊക്കെ 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിച്ചു. എങ്കിലും നിങ്ങൾ അറിയണമല്ലോ, നാടകം എന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാടിൻ്റെ അകം. കറക്റ്റ് ആൻസറാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. നാടകം എന്തെന്ന് വെച്ചാൽ ഒരു കഥയെ അവലംബിച്ച് അഭിനയിച്ച് കാണിക്കുന്നതാണ് നാടകം, അല്ലേ? ഈ നാടകം എന്ന് തുടങ്ങിയെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. സിനിമ എന്ന് തുടങ്ങിയെന്ന് പറയാൻ പറ്റും. 1994 ലൂമിയർ സഹോദരന്മാർ ഉണ്ടാക്കിയതാണ് സിനിമ. പക്ഷെ നാടകം എന്തെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ മനുഷ്യകുലം ജനിച്ച അന്നോട്ട് നാടകമുണ്ട്, അഭിനയിക്കാൻ തുടങ്ങി, അല്ലേ? ഒരു കൊച്ചുകുട്ടി പ്രസവിച്ചങ്ങാട്ട് ജനിച്ചതേ ഉള്ളൂ. ആ കുട്ടിയും അഭിനയിക്കാൻ തുടങ്ങും. എന്തിനഭിനയിക്കാൻ തുടങ്ങും? പാലിന്, അല്ലേ? വിശക്കുമ്പോൾ അമ്മ എനിക്ക് വിശക്കുന്നെന്ന് പറയുമോ? അപ്പോൾ പിന്നെ അവൻ എന്തു പറയും? കരയും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഈ കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ അമ്മ പാൽ കൊടുക്കും. പണ്ടൊക്കെ പറയാറില്ലേ, കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ, അല്ലേ? നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ കിട്ടുമോ? അപ്പം നന്നായി കരയുന്നവർക്ക് നല്ല പാൽ കിട്ടും. അപ്പം നന്നായി അഭിനയിക്കുന്നവർക്ക് കൂടുതൽ പാൽ കിട്ടും, അല്ലേ? ഇപ്പം ഞാൻ ഒരു അഭിനയം നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു അഭിനയിപ്പിക്കാൻ പോവുക. നിങ്ങളാരും നാണം വേണ്ട, മാനവും വേണ്ട. ഞാൻ പറയുമ്പം വരണം, എന്നോട് തെറ്റാണെങ്കിലും പറയുക, കാര്യങ്ങൾ ചെയ്യുക. കേട്ടോ മോളെ? തെറ്റാണെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ വരിക, എന്നോട് ആക്ട് ചെയ്യുക. ഞാൻ ആക്ട് ചെയ്യും. ഞാൻ പറയും ഞാൻ നിങ്ങളെപ്പോലൊരു കുട്ടിയാണ്, ഞാൻ സാറല്ല. കേട്ടോ? ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങൾക്ക് തരുന്നു, നിങ്ങളിൽ നിന്ന് എടുക്കുന്നു. നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ കാണുന്ന ഓരോ എക്സ്പ്രഷൻസ്, ഭാവങ്ങൾ, അതിൽ നിന്ന് ഞാൻ ഓരോന്ന് പഠിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് നിങ്ങളും പഠിക്കുന്നുണ്ട്, അല്ലേ? അത് പരസ്പര ബന്ധമാണ്. ഇതെന്താണ് സാധനം? ഈ സാധനം എന്താ? വിരൽ തന്നെ വല്ലതും തോന്നുന്നുണ്ടോ നമുക്ക് ഇത് കണ്ടിട്ട്? ചെറുതല്ല, അതല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവം കണക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ പറയൂ. ഇതെന്താണ്? ഇങ്ങനെ ഇരിക്കുക. ആരാ പറഞ്ഞേ? എണീച്ചേ പറഞ്ഞയാൾ ചെവി, അല്ലേ? ചെവി അല്ല, പക്ഷെ ചെവിയെ കണക്കിരിക്കുന്നു, അല്ലേ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി അല്ലേ? മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം, അല്ല നമ്മൾ പറയുന്ന അവരെ കൊണ്ട് കേൾപ്പിക്കുകയല്ല, നമ്മൾ കേൾപ്പിക്കുകയല്ല. ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ ടീച്ചറായ ഞാൻ അടിക്കും. അടി കൊള്ളാനും പാടില്ല, രക്ഷപ്പെടാൻ വേണം. അതിന് നന്നായിട്ട് അഭിനയിക്കണ്ടേ? പറ്റുന്ന രീതിയിൽ അഭിനയിക്കുക. അപ്പം ഞാൻ ഇവനോട് ചോദിക്കുക, ഹോംവർക്ക് ചെയ്തോ? എന്തായിരുന്നു ഹോംവർക്ക്? എന്തെങ്കിലും ഒന്ന് പറ. കണക്ക്. ഓക്കെ, അവന്റെ ഹോംവർക്ക് ഓക്കെ. ചെയ്തല്ലോ. കണക്കായിരുന്നു അല്ലേ? മലയാളം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത്ര കൊച്ചിലെയാ? ആ കൊച്ചനോട് ഈ എഴുതിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. കല്യാണം കഴിക്കാറായി. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഹോംവർക്ക് എഴുതി. എന്തായിരുന്നു? മാത്സിൽ എന്തൊക്കെയായിരുന്നു എഴുതിയത്? മാത്സിൽ കണക്ക്. ഓക്കെ. അപ്പോൾ ഈ ഹോംവർക്ക് ഈ 3 വരെ എഴുതാത്ത ഹോംവർക്ക് ചെയ്യാത്ത ഒരു കൊച്ച് മിടുക്കി അവിടെ മാറി നിൽപ്പുണ്ട്. ആ കൊച്ചിന് അടി കിട്ടും. കമ്പുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ അടിക്കും. ഹോംവർക്ക് എഴുതിയില്ലെന്ന് പറഞ്ഞാൽ. ഹോംവർക്ക് എഴുതിയോ? ഇല്ല. എന്തുകൊണ്ട്?
അതാണോ? അങ്ങനെ പറയണോ? അപ്പോൾ എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴേ അടിയാണ്. പക്ഷെ എൻ്റെ അടി മേടിക്കാനും പാടില്ല, ആക്ട് ചെയ്യാൻ വേണം. ഒന്ന് ആക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞെന്ന്, എന്തെങ്കിലും എന്നെ പറഞ്ഞെന്ന് ഒന്ന് രക്ഷപ്പെടാൻ. സാറ് നല്ല സാറല്ലേ? ആ കണ്ടോ, എന്നെ പെരട്ടുവാ, സാറ് നല്ല സാറല്ലേ എന്ന്. അങ്ങനെയാണോ? ശരി, ഈ കുട്ടിയുടെ സ്ഥാനത്ത് ഞാൻ അഭിനയിക്കാൻ പോയി. എനിക്ക് വലിയ അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ പറ്റില്ല. പക്ഷേ എങ്കിൽ അഭിനയം എന്തെന്ന് നമ്മളൊന്ന് കാണാൻ പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ആക്ട് ചെയ്യാൻ പോവാ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. അവനാണ് ടീച്ചർ. ഹോംവർക്ക് ഏതാ സാറേ? വല്ലാത്ത വായിച്ചു സാറേ. വയറുവേന എന്ന് പറഞ്ഞാൽ എന്തൊരു വയറുവേന. ബാത്റൂമിൽ പോകണോ? ബാത്റൂമിൽ പോയിട്ടും തീരുന്നില്ല സാറേ. എന്തോ ചെയ്യും, എനിക്ക് വയ്യ സാറേ. അപ്പോൾ ഞാൻ ഓക്കെ, നീ എനിക്ക് സുഖമില്ല, പോയി. ഇതൊരു ആക്ടിങ് ആണ് അല്ലേ? ഇതൊരു ആക്ടിങ് അല്ലേ? അഭിനയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആർക്കെങ്കിലും പറയാവോ? മോക്ക് പറയാവോ? അഭിനയം എന്തോന്ന് പറയാവോ? ഒരു കലയാണ്. കഴിവാണ്. ഒരു മോൻ പറഞ്ഞു കഴിവാണെന്ന്. അഭിനയം കഴിവാണ്. തെറ്റ് പറയാൻ കേട്ടോ, തെറ്റിലൂടെ ശരിയിലേക്ക് വരൂ. അഭിനയം അദ്ദേഹം എന്നുവെച്ചേ ഇതണ്ടേ, ഇദ്ദേഹം അഭിനയം ജീവിതമായിട്ട് കാണുക കേട്ടോ. ജീവിതം ആയിട്ടാണ് ഈ അഭിനയത്തെ കാണുന്നത്. അഭിനയം എന്തുകൂടാ? അഭിനയിക്കുന്ന ആളുടെ നയം. അഭിനയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മുന്നോട്ട് നയിക്കുക എന്നാണ്. അവിടെ ഇരിക്കുന്ന ആളിനെ ഈ നിൽക്കുന്ന നടൻ ഇങ്ങോട്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്താണ് സാറേ എനിക്ക് വൈറ്റ് വൈൻ എടുത്ത്, അപ്പം നിങ്ങളെല്ലാം ചിരിച്ചു, ഒരുപാട് കുറച്ച് ചിരിച്ചു. അപ്പം അതാണ് അഭിനയം. നിങ്ങളെ മുന്നോട്ട് സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നതാണ് അഭിനയം എന്ന് പറയുന്നത്. ഇനി ഈ അഭിനയം വേറൊന്ന് ചോദിക്കാം, സംഗീതം എന്ന് പറഞ്ഞാൽ എന്താ? സംഗീതം എല്ലാവരും കേൾക്കുന്നതിൽ പാട്ടുകാരുണ്ടോ? ഇതിനകത്ത് പാട്ടുകാരുണ്ടോ? പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കുട്ടികളിരുന്നിട്ട് പാട്ട് പാടുന്ന ആരുമില്ലേ? എന്ത് ഉണ്ടോ? അപ്പം സംഗീതം എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുന്നുണ്ടോ സംഗീതം? പഠിക്കുന്നില്ല. അപ്പം സംഗീതം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ നാടകം പറഞ്ഞുകൊണ്ട് സംഗീതം കൂടെ അതിന് അനുബന്ധമായിട്ട് വന്നിട്ടുള്ള ഒരു കലയായതുകൊണ്ട് ഞാൻ പറയുന്നത്. അതും കൂടെ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെള്ളോട്ട് ഇറങ്ങുമ്പോൾ ആരും ചോദിക്കുമ്പോൾ എവിടെ പോയി? നാടകത്തിൽ ക്ലാസ് കേൾക്കാൻ പോയി. ഏതാണ്? അനിൽ ജനാർദ്ദനൻ സാറ് വന്നു. എങ്കിൽ എന്താണ് നാടകം, അല്ലെങ്കിൽ എന്താണ് സംഗീതം എന്നൊക്കെ ചോദിക്കും. അപ്പം സംഗീതം എന്ന് വെച്ചാൽ എന്താണ് പറയാൻ പറ്റുമോ? തെറ്റ് പറഞ്ഞോ? കുഴപ്പമില്ല. സംഗീതം ഒരു കലയാണ്, ഒരു കഴിവാണ്. മോളൊരു പാട്ട് പാടുക. ഈ മോളൊരു പാട്ട് പാടുക. കാര്യം നിങ്ങൾക്ക് സംഗീതം എന്ത് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ കൊച്ചൊന്ന് പാടുക. ആ കുട്ടി പാടുക. മോളെ പേരെന്താ? ആലിയ പാടാൻ പോവുക. സംഗീതം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോവുക കേട്ടോ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുന്നിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തോവൽ കൊണ്ടൊരു കോടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ് പറിച്ചു നടക്കാം, കാലിൽ പാദസ്വരങ്ങൾ കേൾക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. എല്ലാവരും കയ്യടിച്ചു. ഇനി ഞാൻ പാടട്ടെ. നീളം കയ്യിൽ നിന്നെ നിങ്ങൾ കൂവാതെ വിട്ടത് ഭാഗ്യം. ആ കുട്ടി പാടിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കയ്യടിച്ചു? അവിടെയാണ് സംഗീതം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, ഇഷ്ടപ്പെട്ട് അത് വേറെ. പക്ഷേ എന്താണ് അതിന് കാര്യം? ആ കുട്ടി പാടിയപ്പോൾ നിങ്ങൾ കൈയടിച്ചു, ഞാൻ പാടിയപ്പോൾ ചിരിച്ച് കൂവാൻ നോക്കി.
സ്വരം. ഈണം. ഇപ്പൊ മനസ്സിലായ എന്തോ മനസ്സിലായി? ഞാൻ പാടിയപ്പോൾ നിങ്ങൾ ബഹളം വച്ചു, ചിരിച്ചു. ആലിയ പാടിയപ്പോൾ കൈയടിച്ചു. അല്ലേ? വ്യത്യാസം എന്തുവാ? നല്ല കേൾക്കാൻ ഇമ്പമുള്ള ധ്വനിവിശേഷത്തെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഡേയ്, എന്തോ സംഗീതം? ആ കേൾക്കാൻ ഇമ്പമുള്ള ഒരു ശബ്ദത്തെ. കേൾക്കാൻ എവിടെ പോവാ? വെള്ളം കുടിച്ചോ? വെള്ളം കുടിക്ക്. കേൾക്കാൻ ഇമ്പമുള്ള ധ്വനിവിശേഷത്തെയാണ് സംഗീതം എന്ന് പറയുന്നത്. അല്ലേ? ഞാൻ പാടിയപ്പോൾ നിങ്ങൾ കൂവി, ആ ആലിയ പാടിയപ്പോൾ കൊള്ളാം, അദ്ദേഹം പാടിയത് കൊള്ളാം. അല്ലേ? കൊള്ളൂല്ലേ? ശരി. ഇനി നമുക്ക് ഒരു താളം ഉണ്ടാക്കാം. താളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളെ ചെണ്ടയുണ്ടോ? താളം പിടിക്കാൻ അറിയാമോ? നമ്മൾ എല്ലാത്തിനും താളം വേണം. ജീവിതത്തിന് താളം വേണം. അല്ലേ? നിൽക്കി നമുക്ക് നോക്കാം കൈയിടും. ജീവിതത്തിന് താളം വേണം. അല്ലേ? നടക്കുന്നൊരു താളം വേണം. ഞാനിപ്പോൾ നടന്നു പോവാ. എനിക്കൊരു താളമുണ്ട്. ആളുകൾ നടക്കുന്നൊരു താളമുണ്ട്. പെണ്ണുങ്ങൾ നടക്കുന്നതിന് വേറെ താളം. അപ്പോൾ എനിക്കൊരു താളം. നമുക്കെല്ലാം ജീവിതത്തിനൊരു താളമുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ താളം പോയി. അല്ലേ? പറയൂലേ? അയ്യോ, അവൻ്റെ ജീവിതത്തിന് താളം പോയി. ജീവിതത്തിനും എല്ലാത്തിനും ഒരു താളം ഉണ്ടാക്കണം. നമുക്കൊരു താളം ഉണ്ടാക്കാം. നിങ്ങൾ ഉറക്ക ശബ്ദം ഉണ്ടാക്കണം. നമ്മൾ ഉറക്ക ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. ശരീരത്തിന് പോസിറ്റീവ് എനർജി കിട്ടും. അല്ലേ? ഉറക്ക സംസാരിച്ചാൽ, ഉറക്ക കൈയടിച്ചാൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. കേട്ടോ? എന്ത് എനർജിയാണ്? പോസിറ്റീവ് എനർജി. അപ്പോൾ കൈയടിക്കാം. താളത്തിൽ കൈയടിക്കണം. ഞാൻ പറയാമോ? കൈയടിച്ചപ്പോൾ എന്താ നിങ്ങളുടെ ശരീരത്തൊന്നുണ്ടായി? താളമുണ്ടായി. പോസിറ്റീവായിട്ട് എനർജി ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഒത്തൊരുമയും എവിടെ നിന്നേക്കാൻ പരീക്ഷിക്കാൻ പോയി എനിക്ക് അറിയാൻ പറ്റും. അത് അങ്ങനെ വെച്ചു. ഞാൻ ഇങ്ങനെ കറക്കുന്നു. ഇങ്ങനെ കറക്കി ഞാൻ ഇങ്ങനെ നിർത്തുമ്പോൾ നിങ്ങൾ ഒറ്റയടി. ഞാൻ പറഞ്ഞു ഇപ്പൊ അടിച്ച് പോവാക്കല്ലേ. ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒറ്റയടിയെ പാടും. അത് ഒരുമിച്ചായിരിക്കണം. പലരും പല ഈ ടീം അടിക്കുന്നത്, മറ്റേ ടീം അടിക്കുന്നത്, അവരെ അടിക്കുന്നത്, അങ്ങനെ ഒറ്റയടി. കുട്ടികൾ ഒന്നാണ്. കുട്ടികളുടെ കൂട്ടായ്മയിൽ ഒന്നാണ്. ഞങ്ങൾ ഒന്നാണ്. അല്ലേ? ഞങ്ങൾ ഒന്നാണ്. നാളത്തെ പൗരന്മാരാണ്. നാളത്തെ ജീവിക്കുന്നവരാണ്. അല്ലേ? അപ്പോൾ ഒറ്റയടിയാണ്. ഇത് നിർത്തിക്കഴിഞ്ഞാൽ പക്ഷെ ഒറ്റയടിയായിരിക്കണം. പലരും പലതാണ് എടുത്തുകഴിഞ്ഞാൽ പോയിന്റ് 10 പോയിന്റ് ഇവിടെ കൊണ്ട് നിർത്തിയാൽ ഇവിടെ കൊടുത്തേ കഴിക്കുക, ഇവിടെ കൊടുത്ത് കഴിക്കുക, ഇവിടെ കൊടുത്ത് കഴിക്കരുത്, ഇവിടെ കൊടുത്ത് കഴിക്കുക. കളിക്കാം. മനസ്സിലായോ? താമസിച്ചു ഇങ്ങനെ താമസിച്ചാൽ ഒരു പോയിന്റ് 10 പോയിന്റാണ് കളി. നിങ്ങൾ ജയിക്കും, ഞാൻ ജയിക്കും. ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ
ലാസ്റ്റ് ആഴ്ച ഇല്ലേ? നിങ്ങളെന്നെ പറ. എന്ത് ഒരുമിച്ച് അടിച്ചാ? ഉറപ്പാണോ? ഒരു പാല് നിങ്ങൾ. ഞാൻ ചെറിയ ഒരു കാര്യം ഇല്ലേ? ഒരു സപ്പോർട്ട് ഒരു പോയിന്റ് ഇനി അടിച്ചാൽ താമസിച്ച് അടിച്ചത് കൂടെ അടിക്കാം കേട്ടോ. വീണ്ടും തുടങ്ങുമോ? ഒരു പോയിന്റ് എനിക്ക് 0 പോയിന്റ്. ഓക്കെ, ശ്രദ്ധിക്കാം.
30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാ കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാ കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാ കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച വായനാ കളരി മെയ് 21 സമാപിക്കും.